Hello everyone, welcome back to Litera Huddles. Let's learn together. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബെർണാഡ് ഷായുടെ വളരെ ഫേമസ് ആയ സീസർ ആൻഡ് ക്ലിയോപാട്ര എന്ന പ്ലേയുടെ സമ്മറിയാണ്. ക്ലിയോപാട്ര എന്ന പേര് കേൾക്കാത്തവരുണ്ടാവില്ല അല്ലേ? സൗന്ദര്യത്തിൻ്റെ പര്യായം പോലെയാണ് ക്ലിയോപാട്രയുടെ പേര് പറയുന്നത് തന്നെ. നമുക്കിപ്പോൾ സമ്മറിയിലേക്ക് കടക്കാം. അതിനു മുമ്പ് റൈറ്ററായ ബെർണാഡ് ഷായെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. George Bernard Shaw, popularly known as Bernard Shaw, was an Irish playwright, critic, and political activist. He is regarded as the greatest English dramatist of the modern age. His contributions to the British theatre is considered second only to that of William Shakespeare. His influence on Western theatre, culture, and politics extended from the 1880s to his death and beyond. He wrote more than 60 plays, including major works such as Men and Supermen, Pygmalion, St. John, etc. With a range incorporating both contemporary satire and historical allegory, Shaw became the leading dramatist of his generation, and in 1925 he was awarded the Nobel Prize in Literature. ജോർജ് ബെർണാഡ് ഷാ എന്ന ബെർണാഡ് ഷാ ഒരു ഐറിഷ് നാടകകൃത്തായിരുന്നു. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു, ക്രിട്ടീക്ക് ആയിരുന്നു, അങ്ങനെ ഒരു മൾട്ടി ടാലൻറ്റഡ് പേഴ്സൺ തന്നെയായിരുന്നു നമ്മുടെ ബെർണാഡ് ഷാ. മോഡേൺ ഏജിലെ ഗ്രേറ്റസ്റ്റ് ഡ്രമാറ്റിസ്റ്റ് എന്ന പേര് കേട്ട അദ്ദേഹത്തിൻ്റെ രചനകൾ ലോക പ്രശസ്ത നാടകകൃത്തായ ഷേക്സ്പിയറിൻ്റെ കൃതികളുമായി കമ്പയർ ചെയ്യുമ്പോൾ മാത്രമായിരുന്നു രണ്ടാം സ്ഥാനത്തേക്ക് എത്തപ്പെട്ടിരുന്നത്. അത്രമാത്രം ക്വാളിറ്റിയുള്ള രചനകളായിരുന്നു ബ്രിട്ടീഷ് തിയേറ്ററിന് അദ്ദേഹത്തിൻ്റെ സംഭാവന. വെസ്റ്റേൺ തിയേറ്ററിലും കൾച്ചറിലും പൊളിറ്റിക്സിലും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് 1880-കളിൽ തുടങ്ങി അദ്ദേഹത്തിൻ്റെ മരണശേഷവും തുടർന്നു പോന്നിരുന്നു. 60-ലേറെ നാടകങ്ങൾ എഴുതിയ അദ്ദേഹത്തിൻ്റെ മേജർ വർക്കുകൾ എന്ന് പറയുന്നത് മാൻ ആൻഡ് സൂപ്പർമാൻ, പിഗ്മാലിയൻ, സെയിൻറ്റ് ജോൺ തുടങ്ങിയവയാണ്. കണ്ടംപററി സറ്റയറും ഹിസ്റ്റോറിക്കൽ അലേഗറിയും ഉൾക്കൊള്ളുന്ന ഒരു ശ്രേണിയിൽ ഷാ തൻ്റെ തലമുറയിലെ പ്രമുഖ നാടകൃത്തായി മാറിക്കഴിഞ്ഞിരുന്നു. 1925 സാഹിത്യത്തിനുള്ള നൊബൽ പ്രൈസ് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന സമ്മറി സീസർ ആൻഡ് ക്ലിയോപാട്ര എന്ന ഈ നാടകമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഗ്രേറ്റസ്റ്റ് പ്ലേ എന്ന് കൺസിഡർ ചെയ്ത ഒരു ഗ്രേറ്റസ്റ്റ് വർക്ക് തന്നെയാണ്. ബെർണാഡ് ഷാ എന്ന നാടകൃത്തിനെക്കുറിച്ച് ഏറ്റവും ചുരുക്കി പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രമാണ് ഇത്. അനേകം കാര്യങ്ങൾ പറയാനുള്ള ഒരു പ്രതിഭ തന്നെയാണ് അദ്ദേഹം. ഇനി നമുക്ക് സീസർ ആൻഡ് ക്ലിയോപാട്ര എന്ന ഈ പ്ലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. Caeser and Cleopatra is a play written in 1898 that depicts a fictionalized account of the relationship between Julius Caesar and Cleopatra. Julius Caesar and Cleopatra are the two of the most fictionalized figures in the world history. In Caesar and Cleopatra, Shaw defies the Shakespearean construction of Julius Caesar and Cleopatra. It can be considered as an anti-romantic comedy. 5 ആക്ടുകളുള്ള ഈ പ്ലേ എഴുതപ്പെട്ടത് 1898-ലാണ്. ഇതിൽ ജൂലിയസ് സീസറും ക്ലിയോപാട്രയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഫിക്ഷണലൈസ്ഡ് ആയിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഷേക്സ്പിയർ എഴുതിയ ജൂലിയസ് സീസറും അതുപോലെ തന്നെ ആൻ്റണി ആൻഡ് ക്ലിയോപാട്രയൊക്കെ ആയിട്ട് നമ്മുടെ ഈ പ്ലേ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. എന്നാൽ പോലും ഈ പറഞ്ഞവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ ബെർണാഡ് ഷാ നമ്മുടെ സീസർ ആൻഡ് ക്ലിയോപാട്ര എന്ന ഈ പ്ലേ അവതരിപ്പിച്ചിരിക്കുന്നത്. വ്യത്യസ്തമെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റ് നാടകങ്ങളിൽ സീസറിൻ്റെയും ക്ലിയോപാട്രയുടെയും സ്റ്റോറിയെ റൊമാൻറ്റിക് ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഡ്രാമയിൽ ഇതിന് ഒരു ആൻറ്റി റൊമാൻറ്റിക് കോമഡി എന്ന ഒരു ടച്ചുണ്ട്. എന്ന് പറഞ്ഞാൽ തീരെ റൊമാൻറ്റിക് എന്നൊരു എലിമെൻ്റ് ഇല്ലാതെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു റൊമാൻറ്റിക് സീക്വൻസിലൂടെയും ഈ സ്റ്റോറി കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇനി നമുക്ക് ഈ പ്ലേയുടെ പ്ലോട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു ഇതൊരു 5 ആക്ട് പ്ലേ ആണെന്ന്. അപ്പോൾ ഈ 5 ആക്ട് പ്ലേയെ 2 പാർട്ടായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പ്രൊലോഗ് എന്നും സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് അൻ ഓൾട്ടർനേറ്റീവ് ടു ദ പ്രൊലോഗ് എന്നുമാണ് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യമേ പ്രൊലോഗ് എന്താണെന്ന് നോക്കാം. The prologue consists of the Egyptian god Ra addressing the audience directly as if he could see them in the theatre. He says that Pompey, the Roman general, represents the old Rome and Caesar represents the new Rome. The gods favored Caesar, according to Ra, because he lived the life they had given him boldly. Ra recounts of the conflict between Caesar and Pompey in their battle at Pharsalus and Pompey's eventual assassination in Egypt.
പ്രൊലോഗിൽ ആദ്യം തന്നെ റാ എന്നു പേരുള്ള ഈജിപ്ഷ്യൻ ഗോഡ് ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. ഈ ഗോഡ് സംസാരിക്കുന്നത് 2 വ്യക്തികളെക്കുറിച്ചാണ്. ഒന്ന് പോംപി എന്നു പേരുള്ള റോമൻ ജനറലിനെ കുറിച്ചും 2 ജൂലിയസ് സീസറിനെ കുറിച്ചുമാണ്. പോംപെ ഓൾഡ് റോമിനെ റെപ്രസെന്റ് ചെയ്യുന്നുവെന്നും ജൂലിയസ് സീസർ ന്യൂ റോമിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുമാണ് റാ പറയുന്നത്. ഇവരെ പറ്റി പറയുമ്പോൾ പോംപെയും ജൂലിയസ് സീസറും 2 പേരും റോമൻ ജനറൽസ് ആണ്. ആദ്യകാലങ്ങളിൽ ഇവർക്കിടയിൽ സൗഹൃദമുണ്ടായിരുന്നുവെങ്കിലും കാലക്രമേണ ആ സൗഹൃദം ഇല്ലാണ്ടാവുകയും പിന്നീട് ശത്രുതയിലാവുകയും ചെയ്യുന്നുണ്ട്. ഇവർ തമ്മിൽ വളരെ ശക്തമായ ഒരു ബാറ്റിൽ നടക്കുന്നുണ്ട്. ഇതിനെ പ്രശസ്തമായ ബാറ്റിൽ ഓഫ് ഫെറാസിലസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ബാറ്റിലിൽ ജൂലിയസ് സീസർ പോംപെയെ പരാജയപ്പെടുത്തുന്നുണ്ട്. ശേഷം ഈജിപ്തിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങൾ ഓഡിയൻസിനോട് പറയുന്ന ഈജിപ്ഷ്യൻ ഗോഡ് റാ ജൂലിയസ് സീസറിന്റെ ഭാഗത്താണ് നിൽക്കുന്നത്. അതിനുള്ള റീസണും റാ വ്യക്തമാക്കുന്നുണ്ട്. ഹി ലീവ്ഡ് ദ ലൈഫ് ദേ ഹാഡ് ഗിവൻ ഹിം ബോൾഡ്ലി എന്നാണ്. അതായത് ദൈവങ്ങൾ കൊടുത്ത ലൈഫ് ബോൾഡായിട്ട് അതേപോലെ ജീവിച്ചത് ജൂലിയസ് സീസറാണ് എന്ന്. അതുകൊണ്ട് ദൈവങ്ങൾ അദ്ദേഹത്തിന്റെ സൈഡിലാണ് എന്നാണ് റാ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്രൊലോഗിൽ പറയുന്നത്. ഇനി അടുത്തതായി ഓൾട്ടർനേറ്റീവ് ദ പ്രൊലോഗ്. ഇവിടെയാണ് ബാക്കി കഥകളൊക്കെ നടക്കുന്നത്. നമുക്കിവിടെ നോക്കാം. In the alternative the prologue, we find a messenger appears to warn the captain of Cleopatra's guard that Caesar has landed and is invading Egypt. The messenger warns that Caesar's conquest is inevitable and irresistible. ഓൾട്ടർനേറ്റീവ് ടു ദ പ്രൊലോഗിൽ കാണിക്കുന്ന സീൻ എന്താണെന്ന് വെച്ചാൽ ജൂലിയസ് സീസർ ഈജിപ്തിലേക്ക് വരുന്നു എന്ന അറിവ് കിട്ടിയിട്ട് ഈജിപ്ഷ്യൻ ജനറൽസ് ആ വിവരം പാലസിൽ അറിയിക്കുകയാണ്. ക്ലിയോപാട്രയുടെ ഗാർഡ്സിന്റെ ക്യാപ്റ്റന് വാണിംഗ് കൊടുക്കുകയാണ്. അതായത് സീസർ ഈജിപ്തിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഈജിപ്റ്റ് കീഴടക്ക് തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറസിസ്റ്റബിൾ ആണ്. അത് നടക്കാൻ തന്നെയാണ് സാധ്യത ഏറെയും എന്ന് അദ്ദേഹം പറയുന്നു. ഈ പ്ലേയിലെ ബാക്കി ആക്റ്റുകളെല്ലാം നടക്കുന്നത് ഈ ഓൾട്ടർനേറ്റീവ് ടു ദ പ്രൊലോഗിലാണ്. അപ്പം നമുക്ക് ആക്ട് 1 ഒന്ന് നോക്കാം. The drama takes place in Egypt, in the city of Alexandria, at the close of the reign of the 13th dynasty in 48 BC. Caesar's legion arrives in Egypt. The city is in the state of terror. Queen Cleopatra, a 16-year-old girl, went missing. They can't find her anywhere. Cleopatra is sound asleep between the paws of a sphinx. Julius Caesar arrives and prizes the sphinx, but he failed to notice the young girl sleeping between its paws. Cleopatra is awakened by Caesar's voice. Caesar first believed that the sphinx is speaking to him. When Cleopatra calls out to him, he believes he is either dreaming or gone mad, but realizes his error once Cleopatra emerges from her hiding place and introduces herself. ഡ്രാമ നടക്കുന്നത് ഈജിപ്തിലെ അലക്സാൻഡ്രിയ എന്ന സിറ്റിയിലാണ്. കാലഘട്ടം 48 BC. ഇവിടുത്തെ 13ാമത്തെ ഡൈനാസ്റ്റിയുടെ ഭരണ അവസാന കാലഘട്ടമാണ്. സീസറിന്റെ സൈന്യം ഈജിപ്തിലെത്തിക്കഴിഞ്ഞു. സിറ്റിയെ മുഴുവൻ ഭയം കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നാടിൻ്റെ ക്വീനാണ് നമ്മുടെ സുന്ദരിയായ നായിക ക്ലിയോപാട്ര. ഈ കഥ നടക്കുമ്പോൾ ക്ലിയോപാട്രയുടെ പ്രായം വെറും 16 വയസ്സാണ്. അവളൊരു ചെറിയ പെൺകുട്ടിയാണ്. സീനിൽ ക്ലിയോപാട്ര മിസ്സിംഗ് ആണ്. അവളെ ആർക്കും കണ്ടെത്താൻ സാധിക്കുന്നില്ല. ആക്ച്വലി ക്ലിയോപാട്ര സ്ഫിങ്സ് എന്ന പിരമിഡിൻ്റെ മുന്നിലെ കൈകൾ പോലുള്ള ഭാഗത്ത് ഒളിച്ചിരിക്കുകയാണ്. പാവം അവൾ അവിടെ ഇരുന്ന് നന്നായി അങ്ങ് ഉറങ്ങിപ്പോകുന്നു. സ്ഫിങ്സിൻ്റെ പിക്ചറാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിനെപ്പറ്റി നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഈ സ്ഫിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈജിപ്ഷ്യൻ മിത്തോളജിയിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു മോൺസ്റ്ററസ് ആയിട്ടുള്ള ഒരു ജീവിയാണ്. മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ശരീരവും ചിറകുകളുമുള്ള സ്ഫിങ്സ് എന്ന ഈജിപ്ഷ്യൻസ് വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ വിളിക്കുന്ന ഈ ജീവി ശക്തിയുടെയും ബുദ്ധിയുടെയും പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഈജിപ്ഷ്യൻസിൻ്റെയും ഏൻഷ്യൻ ഗ്രീക്സിൻ്റെയും ഒരു രക്ഷകനായി സ്ഫിങ്സിനെ കരുതപ്പെടുന്നു. ഓക്കെ, ഇനി സീൻ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മുടെ ജൂലിയസ് സീസർ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. സ്ഫിങ്സ് എന്ന നിർമ്മിതിയുടെ ഭംഗിയും സൗന്ദര്യവും ആസ്വദിച്ച് അതിൻ്റെ മുന്നിൽ നിന്ന് സ്ഫിങ്സിനെ പുകഴ്ത്തി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ജൂലിയസ് സീസർ. സ്ഫിങ്സിൻ്റെ പോസ് അല്ലെങ്കിൽ അതിൻ്റെ കൈകളുടെ ഇടയിൽ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി ഉറങ്ങുന്നത് സീസറിൻ്റെ ശ്രദ്ധയിൽ പെട്ടതേയില്ല. സീസറിൻ്റെ ഒറ്റയ്ക്കുള്ള ഈ വർത്തമാനം കേട്ട് ക്ലിയോപാട്ര ഉറക്കത്തിൽ നിന്നും ഉണരുന്നു. അവൾ അദ്ദേഹത്തോട് തിരിച്ചും സംസാരിക്കുന്നു. സ്ഫിങ്സ് തന്നെയാണോ തന്നോട് സംസാരിക്കുന്നത് എന്ന് സീസർ ആദ്യം ഒന്ന് പകച്ചുപോയി. അതോ താൻ സ്വപ്നം കാണുകയാണോ ഈ രൂപം തന്നോട് സംസാരിക്കുന്നതായിട്ട്? അതോ ഇനി തനിക്ക് ഭ്രാന്തായതാണോ എന്നൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് സീസർ അങ്ങ് ചിന്തിച്ചുപോയി.
അപ്പോഴേക്കും ക്ലിയോപാട്ര താൻ ഹൈഡ് ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വരികയും സീസറിനോട് താൻ ആരാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ ഒരു വൃദ്ധനായ മനുഷ്യൻ താൻ ആരെ പേടിച്ചിട്ടാണോ ഇവിടെ വന്ന് ഒളിച്ചിരുന്നത്, ആ മനുഷ്യനായ സീസറാണെന്നോ ഇദ്ദേഹത്തെ പേടിച്ചാണ് ഇന്ന് ഈ സിറ്റി തന്നെ ഭയപ്പെട്ടിരിക്കുന്നത് എന്നൊന്നും ക്ലിയോപാട്രയ്ക്ക് മനസ്സിലായില്ല. തൻ്റെ മുന്നിലുള്ളത് ഏതോ ഒരു ഓൾഡ് മാൻ, അത്രേ അവൾ കരുതിയുള്ളൂ. അവൾ സീസറിനെ അങ്ങോട്ട് വിളിക്കുകയും അവർ തമ്മിൽ അവിടെ ഇരുന്ന് സംസാരിക്കുകയും ചെയ്യുന്നു. Cleopatra shares with the Caesar her childish fears about the Romans and their ruthless leader Julius Caesar. Cleopatra informs Caesar that she had run away, unaware of the man's identity. Caesar convinces Cleopatra to return to the palace at Alexandria and face her Roman conquerors. Cleopatra reluctantly agrees and escorts Caesar to the palace at Alexandria. He promises to teach her how to be brave and act like a queen. The Roman gods arrive and hail Caesar. This act made Cleopatra to realize that she has been with the ruthless Caesar all along. She sobs with the relief and collapses into Caesar's arms. ഇവിടെ സീസറിന് മനസ്സിലാവുന്നുണ്ട് ക്ലിയോപാട്രയ്ക്ക് തന്നെ മനസ്സിലായില്ല എന്ന്. എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് സീസർ ക്ലിയോപാട്രയോട് ചോദിക്കുകയാണ്. അപ്പോൾ തനിക്ക് മുന്നിലിരിക്കുന്ന ആളെ അപ്പോഴും മനസ്സിലാവാതെ ക്ലിയോപാട്ര അവളുടെ മനസ്സിലെ ഭയങ്ങളെപ്പറ്റി പറഞ്ഞു തുടങ്ങി. ബാലിശമായ ചില ഭയങ്ങൾ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ റോമൻസിനെ കുറിച്ചും അവരുടെ ദുഷ്ടനായ ലീഡർ ജൂലിയസ് സീസറിനെ കുറിച്ചും അയാളെ പേടിച്ചാണ് താൻ ഇവിടെ വന്ന് ഒളിച്ചിരിക്കുന്നതുമൊക്കെ സീസറിനോട് ക്ലിയോപാട്ര പറയുകയാണ്. അതുപോലെ തന്നെ കുറേ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അന്ന് ഈജിപ്തിലുണ്ടായിരുന്നു. ക്ലിയോപാട്രയും അത്തരം അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും വിശ്വസിച്ചിരുന്നു എന്ന് സീസറിന് മനസ്സിലാവുന്നു. അവളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ആണ് ക്യാറ്റായി ജനിച്ചിരിക്കുന്നത് എന്നും അതുപോലെ നൈൽ നദിയിലെ ജലമാണ് തൻ്റെ ബ്ലഡിലൂടെ ഒഴുകുന്നത് എന്നൊക്കെ ഓരോ ചൈൽഡിഷ് ആയിട്ടുള്ള സ്റ്റോറീസ് അവൾ സീസറിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ തനിക്ക് റോമൻസിനെ പേടിയാണെന്നും അവരുടെ ലീഡർ ജൂലിയസ് സീസറിൻ്റെ ലീഡർഷിപ്പിൽ ഈജിപ്റ്റ് കീഴടക്കിയാൽ അവർ തങ്ങളെ പിടിച്ച് തിന്നും, അതുകൊണ്ടാണ് താൻ ഇവിടെ വന്ന് ഒളിച്ചിരിക്കുന്നത് എന്നൊക്കെ അവൾ സീസറിനോട് പറയുന്നുണ്ട്. ഈ പ്ലേയിൽ സീസറിനെ 60 വയസ്സോളം പ്രായമുള്ള ഒരു വൃദ്ധനായിട്ടാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. ക്ലിയോപാട്ര ആകട്ടെ 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ പെൺകുട്ടിയായിട്ടും. സീസർ അവളെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയും അലക്സാൻഡ്രിയയിലെ പാലസിലേക്ക് തന്നെ തിരികെ ചെന്ന് റോമൻസിനെ ധൈര്യത്തോടെ ഫേസ് ചെയ്യാനും പറയുന്നുണ്ട്. അങ്ങനെ പാലസിൽ തിരികെ എത്തുന്ന ക്ലിയോപാട്ര എന്ന ക്വീനെ അവളുടെ പരിചാരകർ പോലും ചീത്ത പറയുകയും ശാസിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് സീസർ കാണുന്നത്. സീസർ അവളോട് പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്, നീയാണ് ഇവിടുത്തെ ക്വീൻ, എല്ലാവരെയും ഭരിക്കേണ്ടതും നീയാണ് എന്നൊക്കെ. അതുപോലെ തന്നെ എങ്ങനെ ഒരു ക്വീനെ പോലെ ബ്രേവായിട്ട് ബിഹേവ് ചെയ്യണമെന്നൊക്കെ താൻ പഠിപ്പിച്ചു തരാമെന്നും അവൾക്ക് സീസർ പ്രോമിസ് ചെയ്യുന്നുണ്ട്. സീസർ കൊടുക്കുന്ന ഈ ധൈര്യത്തിൽ നിന്ന് അവളുടെ പരിചാരകർക്ക് ഓർഡർ കൊടുക്കുന്ന ക്ലിയോപാട്രയെ നമുക്ക് അടുത്ത ആക്ടുകളിൽ കാണാൻ സാധിക്കും. സീസർ ക്ലിയോപാട്രയുടെ പരിചാരകരോട് അവളെ ഒരു ക്വീനിൻ്റെ വേഷത്തിൽ അണിയിച്ചൊരുക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ക്ലിയോപാട്രയെ ക്വീനിൻ്റെ വേഷമൊക്കെ ധരിപ്പിച്ച് പരിചാരകർ സീസറിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരികയും സീസർ അവളെ അവിടെയുള്ള സിംഹാസനത്തിൽ ഇരുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് സീസറിൻ്റെ ഒപ്പമുള്ള റോമൻ ഗാർഡ്സുകളെല്ലാം കടന്നു വരുന്നത്. ഇവരെ കണ്ടതും പേടിച്ച് അകത്തേക്ക് ഓടിപ്പോകാൻ തുടങ്ങുന്ന ക്ലിയോപാട്രയെ ജൂലിയസ് സീസർ ധൈര്യം കൊടുത്തുകൊണ്ട് അവിടെ തന്നെ പിടിച്ചു നിർത്തുന്നു. റോമൻ ഗാർഡ്സ് ജൂലിയസ് സീസർ എന്ന അവരുടെ ലീഡറിനെ കാണുമ്പോൾ എന്തായിരിക്കും ചെയ്യുക? വണങ്ങും അല്ലേ? സെയിം ഇവിടെയും അവർ അങ്ങനെ തന്നെ ചെയ്തു. ഈ ആക്ട് കണ്ട ക്ലിയോപാട്ര ശരിക്കും ഞെട്ടിപ്പോയി. അപ്പോൾ ഇത്രയും നേരം തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സാധാരണ ഓൾഡ് മാൻ എന്ന് താൻ കരുതിയ, തനിക്ക് ഈ ധൈര്യമൊക്കെ തന്ന് ഒരു ക്വീനെ പോലെ ബിഹേവ് ചെയ്യണമെന്നൊക്കെ പഠിപ്പിച്ച തൻ്റെ അടുത്ത് നിൽക്കുന്ന, താൻ ഭയപ്പെട്ടിരിക്കുന്ന ഈ റോമൻ ഗാർഡ്സ് എല്ലാം വന്ന് വണങ്ങുന്ന ഈ മനുഷ്യൻ ജൂലിയസ് സീസർ ആയിരുന്നോ എന്നവൾ ഞെട്ടലോടെ മനസ്സിലാക്കുകയാണ്. തനിക്ക് ഇപ്പോഴാണ് ഒരു റിലീഫ് കിട്ടിയത് എന്ന ആശ്വാസത്തിൽ, അതായത് താൻ പേടിച്ച പോലെയൊന്നും അല്ലല്ലോ ഈ മനുഷ്യൻ, തന്നോട് ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടൊക്കെ അല്ലേ പെരുമാറിയത്, പിടിച്ച് തിന്നാൻ പോകുന്ന പോലത്തെ അങ്ങനത്തെ നേച്ചറുള്ള ആളൊന്നും അല്ലല്ലോ എന്നൊക്കെ ഒരു റിലീഫ് കിട്ടിയ ഒരു ആശ്വാസത്തിൽ അവൾ കരഞ്ഞുകൊണ്ട് സീസറിൻ്റെ കൈകളിലേക്ക് വീഴുന്നു. അങ്ങനെയാണ് ആക്ട് 1 അവസാനിക്കുന്നത്. ഇനി നമ്മൾ ആക്ട് 2 ആണ് നോക്കാൻ പോകുന്നത്. ആക്ട് 2 The royal palace in Alexandria, where King Ptolemy's court is in session. Caesar arrives and demands repayment for funds Ptolemy's father borrowed from Rome. If Egypt can pay or return the funds, Caesar assures that he will settle Ptolemy and Cleopatra's feud over Egyptian throne. Pothinus and the other adults in Ptolemy's close circle also rejects Caesar's proposition. Caesar came to know that Cleopatra is married to her brother,
and it shocks him. He suggests a combined rule by Cleopatra and Ptolemy in Egypt, but everyone opposes this proposal. Egyptians threatens to retaliate with a military intervention. Although the combined forces loyal to Egypt outnumber Caesar's army, Caesar remains unconcerned. ആക്ട് 2 സീൻ നടക്കുന്നത് അലക്സാൻഡ്രിയയിലെ റോയൽ പാലസിലാണ്. കിങ് ടോളമിയുടെ രാജസദസ്സാണ് കാണിക്കുന്നത്. ഈ സദസ്സിലേക്ക് ജൂലിയസ് സീസറും തൻ്റെ കൂട്ടരും കടന്നുവരുന്നു. ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുമ്പേ രാജസദസ്സിലുള്ളവരെ പറ്റിയൊന്ന് പറയാം. ഫസ്റ്റ് തന്നെ പറയേണ്ടത് കിങ് ടോളമിയെക്കുറിച്ചാണ്. ഇദ്ദേഹം ക്ലിയോപാട്രയുടെ ബ്രദറാണ്. അദ്ദേഹത്തിൻ്റെ ഏജ് വെറും 10 വയസ്സ് മാത്രമാണ്. ഇദ്ദേഹമാണ് രാജാവ്. കിങ് ടോളമിയെ കൂടാതെ തിയോഡോട്ടസ് ഉണ്ട്. തിയോഡോട്ടസ് കിങ് ടോളമിയുടെ ട്യൂട്ടർ അല്ലെങ്കിൽ ടീച്ചറാണ്. കിങ് ടോളമിയുടെ ഗാർഡിയനായ പോത്തിനസുമുണ്ട്. അതുപോലെ ആർമിയുടെ ജനറൽ അക്കില്ലസുമുണ്ട്. ഇപ്പോൾ ജൂലിയസ് സീസർ കടന്നു വരുമ്പോഴുള്ള സന്ദർഭം എന്താണെന്ന് വെച്ചാൽ തിയോഡോട്ടസും പോത്തിനസും ഒക്കെ ചേർന്ന് വളർന്നു വരുന്ന രാജാവായ കിങ് ടോളമിയെ കൊണ്ട് ഒരു സ്പീച്ച് പഠിപ്പിച്ച് പറയിപ്പിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടാണ് ജൂലിയസ് സീസറും കൂട്ടരും കടന്നു വരുന്നത്. ജൂലിയസ് സീസർ ഈജിപ്തിലേക്ക് വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കിങ് ടോളമിയുടെ ഫാദർ റോമിനോട് കുറച്ച് ഫണ്ട് കടപ്പെട്ടിട്ടുണ്ട്. അത് തിരികെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ഈജിപ്തിലെ ജനങ്ങളിൽ നിന്നും ടാക്സ് പിരിച്ച് റീപേയ്മെൻറ്റ് ചെയ്യുക എന്നതാണ് സീസറിൻ്റെ ആവശ്യം. പണ്ട് ഈ ഈജിപ്ത് സദാ റോമിൻ്റെ ഇടപെടലുകൾക്ക് വിധേയമായിരുന്ന ഒരു രാജ്യമായിരുന്നു. ഇത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലം മുതൽ ആയിരുന്നു തുടർന്നു പോന്നിരുന്നത്. നൈൽ നദിക്ക് വെസ്റ്റേൺ സൈഡിൽ അദ്ദേഹം, അതായത് അലക്സാണ്ടർ ചക്രവർത്തി, പുതിയതായി കെട്ടിപ്പടുത്ത നഗരമാണ് ഇപ്പോൾ കഥ നടക്കുന്ന അലക്സാൻഡ്രി എന്ന് പറയുന്ന ഈ സിറ്റി. ക്ലിയോപാട്രയുടെയും കിങ് ടോളമിയുടെയും ഫാദറായിരുന്നു ടോളമി 12 ഒരിക്കൽ ഈജിപ്തിൽ ഭരണ പ്രതിസന്ധി ഉണ്ടായപ്പോൾ നാട്ടിൽ നിൽക്കാൻ പറ്റാതാവുകയും നേരെ റോമിലേക്ക് പോവുകയും ചെയ്തു. അവിടെ ചെന്ന് തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ വിവരിക്കുകയും എങ്ങനെയെങ്കിലും തിരികെ അധികാരത്തിലെത്താൻ സഹായിക്കണമെന്നും ആവശ്യപ്പെടുന്നു. പ്രത്യുപകാരമായി കനത്ത ഒരു സംഖ്യ വർഷാവർഷം റോമിന് ടാക്സായി കൊടുക്കാമെന്നും അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ റോമിൻ്റെ ഇടപെടലിലൂടെ ടോളമി വീണ്ടും ഈജിപ്തിൽ അധികാരത്തിലെത്തുന്നു. ഈ എമൗണ്ട് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി സീസർ ഈജിപ്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഈജിപ്തിൽ ഒരു അധികാര തർക്കം നിലനിൽക്കുന്നുണ്ട്. അതായത് ടോളമിയുടെ മരണത്തിന് ശേഷം, അതായത് ഇപ്പോൾ ഈജിപ്തിൽ ആര് ഭരിക്കണമെന്നുള്ളത്. ടോളമിയുടെ 10 വയസ്സ് മാത്രം പ്രായമുള്ള മകൻ ഭരിക്കണമോ അതോ മൂത്ത പെൺകുട്ടിയായ ക്ലിയോപാട്ര ഭരിക്കണമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. അപ്പോൾ സീസർ ഇവിടെ പറയുന്നുണ്ട്, തനിക്ക് വേണ്ട ഫണ്ട് പിരിച്ചെടുത്ത് നൽകാമെങ്കിൽ ഇപ്പോഴുള്ള ഈ അധികാര തർക്കത്തിന് താൻ ഒരു പരിഹാരം നിർദ്ദേശിക്കാമെന്ന്. എന്നാൽ ഈ ഓഫർ അവിടെയുള്ള ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. അതായത് പോത്തിനസിനും ടോളമിയുടെ ക്ലോസ് സർക്കിളിലുള്ള ആർക്കും ഈ പ്രപ്പോസൽ ഇഷ്ടപ്പെട്ടില്ല. ക്ലിയോപാട്രയും തൻ്റെ ബ്രദർ ടോളമിയും അധികാരത്തിനു വേണ്ടി ഈ ചെറിയ പ്രായത്തിൽ തന്നെ പരസ്പരം വഴക്കാണ്. ക്ലിയോപാട്ര കടന്നു വരുമ്പോൾ തന്നെ ടോളമിയുമായി കുട്ടികളെപ്പോലെ വഴക്കുണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. കുട്ടികളെപ്പോലെ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും 10-16 വയസ്സുള്ള കുട്ടികൾ തന്നെയാണ്. സോ അവർ വഴക്ക് കൂടുമ്പോൾ ചൈൽഡ് ലൈക്ക് ബിഹേവിയേഴ്സും സ്വാഭാവികമായും ഉണ്ടാവും. ക്ലിയോപാട്ര വന്ന ഉടനെ തന്നെ ടോളമിയെ ചോണിൽ നിന്ന് വലിച്ചു താഴെയിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സീസർ ടോളമിയെ വീണ്ടും അവിടെ പിടിച്ചിരുത്തുന്നതുമൊക്കെ ഈ സീനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനിടയിൽ സീസർ മറ്റൊരു സത്യം മനസ്സിലാക്കുന്നുണ്ട്. ക്ലിയോപാട്രയും ടോളമിയും ബ്രദർ ആൻഡ് സിസ്റ്റർ മാത്രമല്ല, ഇരുവരും പരസ്പരം വിവാഹം കഴിച്ചവർ കൂടിയാണ് എന്ന്. ഇത് കേട്ട് സീസർ ഞെട്ടിപ്പോവുകയാണ്. ശരിക്കും ഇതൊരു ദുരാചാരമല്ലേ? സ്വന്തം സഹോദരിയെ വിവാഹം കഴിക്കുകയോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പകച്ചു നിന്ന സീസറിനോട് അവിടെയുണ്ടായിരുന്ന തിയോഡോട്ടസും പോത്തിനസും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കുകയാണ്, ഇതിനെപ്പറ്റി താങ്കൾക്ക് ധാരണയില്ലാഞ്ഞിട്ടാണ്. ഇത് ഈജിപ്ഷ്യൻ കൾച്ചറാണ്. അധികാരം പുറത്തേക്ക് പോകാതിരിക്കാൻ ചെയ്തു പോരുന്ന രീതിയാണ് സഹോദരങ്ങളെ തമ്മിൽ വിവാഹം കഴിപ്പിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞു മനസ്സിലാക്കുകയാണ്. എല്ലാം കേട്ട ശേഷം സീസർ മറ്റൊരു പ്രപ്പോസൽ കൂടി മുന്നിലേക്ക് വെക്കുന്നു. അതായത് ഈജിപ്ഷ്യൻ ത്രോണിനെ ചൊല്ലിയാണല്ലോ ഇവിടെ ഈ തർക്കമെല്ലാം നിലനിൽക്കുന്നത്. സോ ടോളമിയും ക്ലിയോപാട്രയും ചേർന്നുകൊണ്ട് ഈജിപ്റ്റ് ഭരിക്കട്ടെ എന്ന്. എന്നാൽ ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ഈ തീരുമാനത്തെ എതിർക്കുകയാണ് ചെയ്തത്. ഈജിപ്ഷ്യൻ ആർമിയുടെ ജനറലായ അക്കില്ലസ് ഈ സമയം മുന്നോട്ട് വരികയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒപ്പം അവരുടെ ആർമിയുടെ ഒരു ഭാഗം തന്നെ ഉണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ സീസറിൻ്റെ കൂടെയുള്ള ഈ ആർമി വളരെ ചെറുതാണെന്നും സീസറിനെ വളരെ ഈസിയായിട്ട് പരാജയപ്പെടുത്തുവാൻ പറ്റുമെന്ന് പറഞ്ഞ് അവർ പരിഹസിക്കുന്നുണ്ട്. ഇവർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ജൂലിയസ് സീസറിൻ്റെ എൻ്റയർ ആർമി അവിടേക്ക് കടന്നു വരുന്നു. ഈ ആർമിയുടെ വലിപ്പം കണ്ടതും ഈജിപ്ഷ്യൻസ് പേടിച്ച് പുറകോട്ട് പോയി. ഈ ആർമിയുടെ കടന്നുവരവോടുകൂടി അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും സീസറിൻ്റെ പ്രിസണേഴ്സായി കഴിഞ്ഞുവെന്ന് സീസറിനോടൊപ്പം ഉണ്ടായിരുന്ന ആർമി ലീഡായ റൂഫിയോയും തൻ്റെ സെക്രട്ടറിയായ ബ്രിട്ടാനസും അനൗൺസ് ചെയ്യുകയാണ്. ഈ സമയം അക്കില്ലസ് ഉൾപ്പെടെയുള്ള എല്ലാവരും മിണ്ടാതെ നിൽക്കുകയാണ്.
സെയിം ടൈമിൽ ജൂലിയസ് സീസർ ഇവരെ തൽക്കാലം പ്രിസണേഴ്സ് ആക്കുന്നില്ല എന്നും തന്നിൽ നിന്നും ഫ്രീ ആക്കുകയാണ് എന്നും പറയുന്നു. അങ്ങനെ അവിടെ കൂടി നിന്നവരെല്ലാവരും ഇൻക്ലൂഡിംഗ് അക്കില്ലസും അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. അവിടെ ടോളമി മാത്രം അവശേഷിക്കുന്നു. അവനെ ആരും കൊണ്ടുപോയില്ലല്ലോ, ലാസ്റ്റ് നീ മാത്രം ഒറ്റയ്ക്കായില്ലേ എന്നൊക്കെ ചോദിച്ച് സീസർ കിങ് ടോളമിയെ കളിയാക്കുന്നുണ്ട്. എന്നാൽ ടോളമി ഒരു ബ്രേവ് മാനെ പോലെ അവിടെ നിന്നും ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോകുന്നു. പിന്നീട് കാണിക്കുന്ന സീൻ ക്ലിയോപാട്ര രാത്രിയാകുമ്പോൾ കിടന്നുറങ്ങുന്നതാണ്. രാജ്യകാര്യങ്ങൾ പഠിക്കുവാനോ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞ് ഉറക്കമൊഴിയാനോ ഉള്ള പ്രായമൊന്നും അവൾക്കായിട്ടില്ലല്ലോ. സെയിം ടൈമിൽ സീസർ ഈജിപ്തിൻ്റെ ഡെവലപ്മെൻറ്റിനും മറ്റുമുള്ള പ്ലാനിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ബ്രിട്ടാനസ് വന്ന് സീസറിനോട് പറയുകയാണ് പുറത്ത് അക്കില്ലസിന്റെ നേതൃത്വത്തിലുള്ള ആർമി റോമൻ ആർമിയെ വളഞ്ഞു കഴിഞ്ഞുവെന്നും അവിടെ ചെറിയ സംഘർഷം നടക്കുന്നുവെന്നും. ബ്രിട്ടാനസ് ഇൻഫോംസ് സീസർ ദാറ്റ് ദ ഈജിപ്ഷ്യൻ ആർമി അണ്ടർ അക്കില്ലസ് സറൗണ്ടഡ് ബൈ ദ റോമൻ ആർമി. Caesar orders Rufio, one of his lead officers, to burn their ships in the eastern side and take control of the palace and the lighthouse on Pharos, an island in the Alexandria's harbor. ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടെ സംഘർഷഭരിതമായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ തന്നെ ജൂലിയസ് സീസർ റൂഫിയോയെ വിളിക്കുന്നു. റൂഫിയോ റോമൻ ആർമിയുടെ ലീഡ് ഓഫീസറാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ഓർഡർ കൊടുക്കുകയാണ് തങ്ങളുടെ ഈസ്റ്റും വെസ്റ്റേൺ സൈഡിലുള്ള എല്ലാ ഷിപ്സിലും വെസ്റ്റേൺ സൈഡിൽ കിടക്കുന്ന ഷിപ്സ് എല്ലാം ബേൺ ചെയ്യുക എന്ന്. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഈ ഷിപ്സ് ബേൺ ചെയ്യുന്നത് കണ്ടിട്ട് അക്കില്ലസിൻ്റെ നേതൃത്വത്തിലുള്ള ആർമി അവിടേക്ക് തിരിക്കുകയും സെയിം ടൈമിൽ സീസറിനും ഗ്രൂപ്പിനും ഈസ്റ്റ് സൈഡിലൂടെ ലൈറ്റ് ഹൗസിൽ എത്തിച്ചേരാനാവും. ശേഷം പാലസിൻ്റെയും ലൈറ്റ് ഹൗസിൻ്റെയും കൺട്രോൾ കയ്യിലെടുക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം. ഈ ഓർഡർ നടപ്പിലാക്കാൻ റൂഫിയോ പോകുന്നു. ഇതേസമയം അവിടേക്ക് തിയോഡോട്ടസ് വരുന്നുണ്ട്. Rufio departs to put Caesar's plans into action, while Caesar remains behind to strategize further. Theodotus, Ptolemy's tutor, enters the hall in a panic to announce that the library of Alexandria is on fire. Britanus informs Caesar that before Rufio could put their plan into action, the army under Achilles set fire to their ships. By hearing this information, furious Caesar set himself ready for the battle. അപ്പോൾ ടോളമിയുടെ ട്യൂട്ടറായ തിയോഡോട്ടസ് അവിടേക്ക് കടന്നു വരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അലക്സാൻഡ്രിയൻ ലൈബ്രറി നിന്ന് കത്തുകയാണെന്ന്. തങ്ങൾ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ അദ്ദേഹത്തിന് വാക്ക് നൽകിയ ശേഷം അദ്ദേഹത്തെ സീസർ പറഞ്ഞു അയക്കുകയാണ്. ഇതിനിടയിൽ ബ്രിട്ടാനസ് വന്ന് സീസറിനെ അറിയിക്കുകയാണ് റൂഫിയോ സീസറിൻ്റെ ഓർഡർ അനുസരിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ അക്കില്ലസിൻ്റെ അണ്ടറിലുള്ള ആർമി തങ്ങളുടെ ഷിപ്സ് ഒക്കെ ബേൺ ചെയ്ത് കഴിഞ്ഞുവെന്ന്. അങ്ങനെ സീസർ യുദ്ധത്തിനായി പുറപ്പെടുകയാണ്. ഇത്രയും കൊണ്ടാണ് ആക്ട് 2 അവസാനിക്കുന്നത്. Now we are coming to Act 3. Apollodorus pays his visit to the palace, but the Roman guard appointed by the Caesar does not let him in. He also prevents Cleopatra, who comes there to visit Caesar, whom the Romans are holding captive. Fetatita and Apollodorus smuggle Cleopatra out of the palace in a rolled-up Persian carpet. Caesar and Rufio were resting after the day's battle. Caesar's treasurer, Britanus, came there along with a bag which contains some letters that he got from Pompey's army. ആക്ട് 3 സീനുകൾ നടക്കുന്നത് വീണ്ടും പാലസിലാണ്. സീസറും സംഘവും വാറിന് പോയിരിക്കുകയാണ്. ഇപ്പോൾ പാലസിലുള്ളത് ക്ലിയോപാട്രയും ഫെറ്റാറ്റീറ്റയുമാണ്. ഫെറ്റാറ്റീറ്റ ക്ലിയോപാട്രയെ പരിചരിക്കുന്ന നേഴ്സാണ്. ഇവിടേക്ക് പുതിയ ഒരാൾ കൂടി വരികയാണ്. അപ്പോളോഡോറസ് എന്ന പേരുള്ള റോയൽ ഫാമിലീസിൽ റാണിമാർക്കൊക്കെ കാർപ്പറ്റ് വിൽക്കുന്ന ഒരാൾ. പാലസ് ഇൻ അലക്സാൻഡ്രിയ ഇപ്പോൾ ജൂലിയസ് സീസറിൻ്റെ അണ്ടറിലാണ്. സോ ഇപ്പോൾ പാലസിലുള്ള ആർക്കും പുറത്തേക്ക് പോവാൻ, അതായത് പാലസിന് പുറത്തേക്ക് പോവാൻ അനുവാദമില്ല, ഇൻക്ലൂഡിങ് ക്ലിയോപാട്ര. അതിനുവേണ്ടി ഒരു റോമൻ സെന്റിനലിനെ സീസർ കാവല് നിർത്തിയിട്ടുണ്ട്. അപ്പോളോഡോറസ് വരുമ്പോൾ ഈ പറഞ്ഞ റോമൻ സെന്റിനലുമായി വഴക്കുണ്ടാകുകയാണ്, അല്ലെങ്കിൽ ഒരു വാക്കുതർക്കം ഉണ്ടാവുകയാണ്. ഒരു ഫൈറ്റ് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ക്ലിയോപാട്ര തനിക്ക് സീസറിനെ കാണണമെന്ന ആവശ്യവുമായി പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. പക്ഷേ ക്ലിയോപാട്രയെയും ആ റോമൻ ഗാർഡ് തടയുന്നു. ശേഷം അപ്പോളോഡോറസും ഫെറ്റാറ്റീറ്റയും ക്ലിയോപാട്രയും അകത്തേക്ക് പോയിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കിയാണ്. ജൂലിയസ് സീസറിന് സമ്മാനിക്കാൻ തനിക്ക് ഒരു കാർപ്പറ്റ് ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ അപ്പോളോഡോറസിനെയും കൂട്ടി അകത്തേക്ക് പോകുന്നു. ശേഷം തിരികെ വരുന്നത് ഫെറ്റാറ്റീറ്റ ഒറ്റയ്ക്കാണ്. രണ്ടുപേര് ഒരു കാർപ്പറ്റ് ചുമന്നുകൊണ്ട് ഫെറ്റാറ്റീറ്റയോടൊപ്പം ഉണ്ടെന്താനും. സീസറിന് ഈ കാർപ്പറ്റ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് അപ്പോളോഡോറസിൻ്റെ കയ്യിൽ ഫെറ്റാറ്റീറ്റ അത് ഏൽപ്പിക്കുന്നു. അപ്പോളോഡോറസ് ഒരു ബോട്ട് സെറ്റാക്കി ആ ഗിഫ്റ്റുമായി പുറപ്പെടുന്നു. എന്നാൽ ഈ റോമൻ സെന്റിനലിന് ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ കാർപ്പറ്റിന് നല്ല വെയിറ്റ് തോന്നിയിരുന്നു. ഫെറ്റാറ്റീറ്റ പറയുന്നുണ്ട് അതിൽ ധാരാളം വിലപിടിപ്പുള്ള ഗിഫ്റ്റുകളൊക്കെ നിറച്ച് ആണ് കൊടുത്തുവിട്ടിരിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് എന്നൊക്കെ. അടുത്ത സീനിൽ കാണിക്കുന്നത് ലൈറ്റ് ഹൗസ് ആണ്. അന്ന് പകൽ നടന്ന യുദ്ധത്തിന് ശേഷം സീസറും റൂഫിയോയുമൊക്കെ ഫുഡൊക്കെ കഴിച്ച്
വിശ്രമിക്കുകയാണ്. There comes Britannicus, Caesar's treasurer, along with a bag which contains some letters that he got from Pompey's army. He asked Caesar to go through these letters and could find who all are Caesar's enemies. Caesar tells him that he don't have enough time to waste reading those letters. Later he threw the bag into the sea. Apollodorus arrives at the lighthouse and delivers the carpet. സീസറും റൂഫിയുമൊക്കെ ഫുഡൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞുവല്ലോ. ഈ സീനിലേക്ക് ബ്രിട്ടാനസ് കടന്നു വരുന്നുണ്ട്. ബ്രിട്ടാനസ് സീസറിൻ്റെ ട്രഷററും സെക്രട്ടറിയും ഒക്കെയാണ്. അപ്പോൾ ബ്രിട്ടാനസിൻ്റെ കയ്യിൽ ഒരു ബാഗുണ്ട്. ആ ബാഗിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ പണ്ടത്തെ അദ്ദേഹത്തിൻ്റെ ശത്രുവായിരുന്ന പോംപി ഓർമ്മയുണ്ടോ? ഏറ്റവും ആദ്യം പ്രൊലോഗിൽ റാ എന്ന ദേവത പറയുന്നുണ്ട് പോംപിയുടെയും സീസറിൻ്റെയും കാര്യം. പോംപി ഓൾഡ് റോമിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, സീസർ ന്യൂ റോമിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നൊക്കെ. അപ്പോൾ സീസറിൻ്റെ പഴയ ശത്രുവായിരുന്ന പോംപിയുടെ ആർമിയിൽ നിന്ന് കിട്ടിയ കുറേ ലെറ്റേഴ്സ് അടങ്ങിയ ഒരു ബാഗായിരുന്നു ഇപ്പോൾ ബ്രിട്ടാനസിൻ്റെ കയ്യിൽ ഇരുന്നിരുന്നത്. അത് പരിശോധിച്ചാൽ സീസറിൻ്റെ ശത്രുക്കൾ ആരാണെന്ന് മനസ്സിലാവുമെന്നൊക്കെ കരുതിയാണ് ബ്രിട്ടാനസ് ആ ബാഗ് അവിടേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ ജൂലിയസ് സീസർ പറയുന്നത് അതൊക്കെ നോക്കി സമയം കളയാൻ തനിക്ക് നേരമില്ല, അത് കത്തിച്ച് കളഞ്ഞേക്കാനും പറയുന്നു. എന്നാൽ ബ്രിട്ടാനസ് അതേക്കുറിച്ച് വീണ്ടും പറയാൻ തുടങ്ങുമ്പോഴേക്കും ആ ബാഗ് സീസർ വാങ്ങിച്ച് സീയിലേക്ക് വലിച്ചെറിയുകയാണ്. അപ്പോഴേക്കും അപ്പോളോഡോറസ് അവിടേക്ക് കാർപ്പറ്റുമായി കടന്നു വരുന്നു. Apollodorus delivers the carpet to Julius Caesar. To his surprise, Cleopatra emerges from the carpet. Cleopatra is very upset when she realizes that Caesar is too preoccupied with the military strategizing without paying any attention to her. Britannicus announces that the Egyptians are headed towards the island. By now, Apollodorus' ship has sunk, leaving the group with no other options but to swim across the harbor to procure another ship. Followed by Apollodorus, Julius Caesar, Cleopatra and Rufio jumped into the sea, but Britannicus remained there, not knowing how to swim. സീനിലേക്ക് അപ്പോളോഡോറസ് കാർപ്പറ്റുമായി കടന്നു വരികയാണ്. ശേഷം താൻ വന്ന കാര്യം പറയുന്നു. അതായത് ക്ലിയോപാട്ര തന്നുവിട്ട ഗിഫ്റ്റ് തരാൻ വന്നതാണെന്ന് പറയുന്നു. പക്ഷേ സീസർ പറയുന്നത് ഇപ്പോൾ ഒരു ഗിഫ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സന്ദർഭമല്ല, അല്ലെങ്കിൽ താൻ അങ്ങനെ ഒരു മൂഡിലല്ല ഇപ്പോൾ ഉള്ളത്, നിങ്ങൾ തിരികെ പോകണമെന്ന് പറയുന്നു. എന്നാൽ അപ്പോളോഡോറസ് പറയുന്നത് തിരിച്ചു പോകാൻ പറ്റുന്ന അവസ്ഥയിലല്ല താൻ, കാരണം താൻ വന്ന ബോട്ട് ഏതോ ഒരു ബാഗ് വന്ന് വീണ് തകർന്നു പോയി എന്ന് പറയുന്നു. സോ സീസറിന് മനസ്സിലാക്കിയാണ് കുറച്ചു നേരം മുമ്പ് താൻ വലിച്ചെറിഞ്ഞ ബാഗ് വീണിട്ടാണ് അവരുടെ ആ ചെറിയ ബോട്ട് തകർന്നത് എന്ന്. വീണ്ടും താൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് കാണാൻ അപ്പോളോഡോറസ് സീസറിനെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ അവസാനം ആ ഗിഫ്റ്റ് കാണാൻ സീസർ സമ്മതിക്കുന്നു. അങ്ങനെ അപ്പോളോഡോറസ് കാർപ്പറ്റ് തുറക്കുമ്പോൾ അതിൽ നിന്നും ക്ലിയോപാട്ര എമേർജ് ചെയ്യുന്നു. അവളായിരുന്നു ആ കാർപ്പറ്റിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നത്. എന്നാൽ സീസറിന് ആ ടൈമിൽ ക്ലിയോപാട്രയെ സന്തോഷത്തോടു കൂടി വെൽക്കം ചെയ്യുവാനോ അവളെ കണ്ടതിൽ എക്സൈറ്റഡ് ആവാനോ ഒക്കെയുള്ള ഒരു മാനസികാവസ്ഥ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. കാരണം അവിടെ ചുറ്റും ഈജിപ്ഷ്യൻ ആർമി വളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സീസർ ക്ലിയോപാട്രയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ക്ലിയോപാട്ര വളരെ അപ്സെറ്റായിരുന്നു. കാരണം സീസർ തന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നത് യുദ്ധതന്ത്രങ്ങൾ മെനയുന്നതിലാണല്ലോ എന്നായിരുന്നു അവളുടെ കംപ്ലൈൻറ്റ്. അപ്പോഴേക്കും ബ്രിട്ടാനസ് വന്ന് ഇൻഫോം ചെയ്യുകയാണ് ഈജിപ്ഷ്യൻ ആർമി തങ്ങൾ നിൽക്കുന്ന ഐലൻഡ് മൊത്തം വളഞ്ഞു എന്ന്. അപ്പോഴേക്കും അപ്പോളോഡോറസ് വന്ന ഷിപ്പ് പൂർണ്ണമായും മുങ്ങിപ്പോയിരുന്നു. ഇപ്പോൾ ആ ഗ്രൂപ്പിന് വേറെ ഒരു ഓപ്ഷനുമില്ല സീയിലേക്ക് എടുത്തു ചാടുക എന്നതല്ലാതെ. മറ്റൊന്നും നോക്കിയില്ല. ഉടനെ ഇത് കേട്ട് അപ്പോളോഡോറസ് സീയിലേക്ക് എടുത്തു ചാടുന്നു. എങ്ങനെയെങ്കിലും നീന്തി മറ്റൊരു ഷിപ്പിൽ കയറി പറ്റാൻ വേണ്ടിയിട്ടായിരുന്നു എടുത്തു ചാടിയത്. പിന്നാലെ തന്നെ ക്ലിയോപാട്രയെ എടുത്തു പൊക്കി സീയിലേക്ക് ഇട്ട ശേഷം റൂഫിയോനോടും ബ്രിട്ടാനസിനോടും സീയിലേക്ക് ചാടിക്കൊള്ളാൻ പറഞ്ഞിട്ട് ജൂലിയസ് സീസറും സീയിലേക്ക് എടുത്തു ചാടുന്നു. സീസർ പറഞ്ഞ പോലെ തന്നെ അവർ ക്ലിയോപാട്രയെ എടുത്ത് സീയിലേക്ക് തള്ളുന്നു. ശേഷം റൂഫിയോയും എടുത്തു ചാടുന്നു. എന്നാൽ നീന്തൽ അറിയാത്തത് കൊണ്ട് ബ്രിട്ടാനസ് മാത്രം ചാടാതെ അവിടെ അവശേഷിക്കുന്നു. ഇതോടെയാണ് ആക്ട് 3 അവസാനിക്കുന്നത്. When coming to Act 4, 6 months later, the Roman army has defeated the Egyptian army. Pothinus meets with the Cleopatra, and they argue over whether Ptolemy or Cleopatra will rule Egypt when Caesar returns to Rome. Pothinus realizes that he underestimated Cleopatra, who has matured considerably under Caesar's guidance, and he resolves to turn Caesar against her. Act 4-ൽ 6 monthsന് ശേഷമുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോഴേക്കും യുദ്ധത്തിൽ റോമൻ ആർമി ഈജിപ്ഷ്യൻ ആർമിയെ തോൽപ്പിച്ചു കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ക്ലിയോപാട്രയ്ക്ക് കുറേയേറെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിരുന്നു. 6 monthsന് മുന്നേ കണ്ട കുട്ടിക്കളി മാറാതെ കാര്യങ്ങളെ ഒന്നും സീരിയസ് ആയിട്ട് കണ്ട് അപ്രോച്ച് ചെയ്യാതിരുന്ന ക്ലിയോപാട്ര സീസറിൻ്റെ ഗൈഡൻസിൽ ഈ 6 മാസം കൊണ്ട് ഒരു മച്ചുവേർഡായ ക്വീനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.
അതിനൊരു ഇൻസിഡന്റും പ്ലേയിൽ പറയുന്നുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് ഈജിപ്ഷ്യൻ ആർമി റോമൻസിനെയും ക്ലിയോപാട്രയും വളഞ്ഞ സമയത്ത് സീയിലേക്ക് എടുത്ത് ചാടേണ്ടി വന്നതുമൊക്കെ പറഞ്ഞ് ക്ലിയോപാട്രയുടെ പരിചാരകരൊക്കെ പഴയ പോലെ തന്നെ അവളെ കളിയാക്കുന്നുണ്ട്. അതിന് തക്കതായ മറുപടി നൽകി അവരെ നിർത്തേണ്ടിടത്ത് നിർത്തി ക്ലിയോപാട്ര അവരുടെ വായടപ്പിക്കുന്നത് നമുക്ക് കാണാനാവും. ഇതൊക്കെ അവളുടെ ക്യാരക്ടറിൽ സീസറിൻ്റെ ഇൻഫ്ലുവൻസാൽ വന്ന മാറ്റങ്ങളാണ്. ഒരു ക്വീനിന് വേണ്ടത് മറ്റുള്ളവരോട് ഓർഡർ ചെയ്യാനുള്ള കഴിവാണ് അല്ലേ? എന്നാൽ ക്ലിയോപാട്രയ്ക്ക് ഇല്ലാതിരുന്നത് അതാണ്. അതുകൊണ്ടായിരുന്നു സ്വന്തം പരിചാരകർ പോലും അവളെ വിലയില്ലാതെ കണ്ടത്, അതുപോലെ തന്നെ അവളോട് ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ കഥയൊക്കെ അങ്ങ് മാറി. അപ്പോൾ നമ്മുടെ ഈ സീനിൽ പോത്തിനസ് അവിടേക്ക് കടന്നു വരുന്നു. പോത്തിനസിനെ ഓർമ്മയുണ്ടോ? ക്ലിയോപാട്രയുടെ ബ്രദറായ കിങ് ടോളമിയുടെ ഗാർഡിയനാണ് പോത്തിനസ്. പോത്തിനസും ക്ലിയോപാട്രയും തമ്മിൽ കാണുന്ന സീനാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അവർ സംസാരിച്ച് ഒടുവിൽ തർക്കമാവുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ സീസർ തിരികെ റോമിലേക്ക് പോയി കഴിയുമ്പോൾ ആരാണ് ഈജിപ്റ്റ് ഭരിക്കാൻ പോകുന്നത് എന്നായിരുന്നു തർക്കം. ക്ലിയോപാട്രയാണോ അതോ കിങ് ടോളമിയാണോ? ഇതിനിടയിൽ പോത്തിനസ് ക്ലിയോപാട്രയോട് ചോദിക്കുന്നുണ്ട് അവളും സീസറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. അപ്പോൾ അവൾ പറയുന്നത് ഒരു പ്രായമായ മനുഷ്യനാണ് സീസർ, തന്നോട് ഒരു ഫാദറിൻ്റെ അല്ലെങ്കിൽ മദറിൻ്റെ ബ്രദറിൻ്റെ ഒക്കെ ഒരു അഫെക്ഷൻ കാണിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു അലിവ് കാണിക്കുന്ന ഒരു ദയാലുവാണ് അദ്ദേഹം എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാതെ അദ്ദേഹത്തിനോട് അവൾക്ക് ലവ് അഫെയർ ഒന്നും ഇല്ല എന്നും കാരണം അവൾക്ക് മറ്റൊരാളെയാണ് ഇഷ്ടമെന്നൊക്കെ പോത്തിനസിനോട് പറയുന്നുണ്ട്. അവൾ ഇഷ്ടപ്പെടുന്നത് മറ്റാരെയുമല്ല, മാർക്ക് ആൻ്റണിയാണ്. ആക്ച്വലി ആക്ട് 3 ജൂലിയസ് സീസറിനോട് മാർക്ക് ആൻ്റണിയോടുള്ള തൻ്റെ പ്രണയത്തെപ്പറ്റി ക്ലിയോപാട്ര തുറന്നു പറയുന്നുണ്ട്. മാർക്ക് ആൻ്റണിയെ ക്ലിയോപാട്ര ആദ്യമായി കാണുന്നത് അവൾക്ക് 12 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. അവളുടെ ഫാദറിന് അധികാരം നഷ്ടമായ സ്റ്റോറിയൊക്കെ ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ സമയത്ത് അദ്ദേഹത്തിന് ആ അധികാരം തിരികെ നൽകുന്നത് മാർക്ക് ആൻ്റണിയാണ്. അപ്പോഴാണ് ക്ലിയോപാട്ര ആദ്യമായിട്ട് മാർക്ക് ആൻ്റണിയെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ചാമിങ് ഫേസും പേഴ്സണാലിറ്റിയും ഒക്കെ കണ്ടപ്പോൾ തന്നെ ക്ലിയോപാട്ര അട്രാക്റ്റഡായി. ഇത്രയും കാലം കഴിഞ്ഞിട്ടും ആ ചാമിങ് ഫേസ് അവൾ മറന്നിട്ടുണ്ടായിരുന്നില്ല. അന്ന് തുടങ്ങി അവൾക്ക് മാർക്ക് ആൻ്റണിയോട് പ്രണയമായിരുന്നു. ഇതൊക്കെ ആക്ട് 3 സീസറിനോട് ക്ലിയോപാട്ര പറയുന്നുണ്ട്. അപ്പോൾ സീസർ അവളോട് പറയുന്നുണ്ട് അന്ന് മാർക്ക് ആൻ്റണിയെ ഈജിപ്തിലേക്ക് അയച്ചത് താനാണ് എന്ന്. അതിയായി സന്തോഷിച്ച ക്ലിയോപാട്ര മാർക്ക് ആൻ്റണിയെ പറ്റി സീസറിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. മാർക്ക് ആൻ്റണി ഇപ്പോഴും അത്രയും ചാമിങ് ആയ ഒരാൾ തന്നെയാണോ എന്നും അദ്ദേഹത്തിന് വേറെ ലവ് അഫെയർസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സീസർ പറയുന്നുണ്ട് ഉണ്ടെന്ന്. അപ്പോൾ ആൻ്റണിക്ക് വേറെ ലവർ ഉണ്ടെങ്കിൽ പോലും തനിക്ക് കുഴപ്പമില്ല, താൻ കാത്തിരിക്കുകയാണെന്നൊക്കെ സീസറിനോട് ക്ലിയോപാട്ര പറയുന്നുണ്ട്. അപ്പോൾ താൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ മാർക്ക് ആൻ്റണിയെ ഇവിടേക്ക് അയക്കാമെന്നൊക്കെ സീസർ ക്ലിയോപാട്രയ്ക്ക് വാക്ക് കൊടുക്കുന്നതുമൊക്കെ ആക്ട് 3 കാണാൻ സാധിക്കും. അതിനൊക്കെ ശേഷമാണ് ക്ലിയോപാട്ര പോത്തിനസിനോട് ഈ കാര്യം ചർച്ച ചെയ്യുന്നത്. എന്നാൽ ക്ലിയോപാട്രയുടെ ഈ തൻ്റെടവും ഈ തുറന്ന സംസാരവുമൊക്കെ കേട്ടിട്ട് പോത്തിനസിന് വല്ലാണ്ട് ദേഷ്യമാവുകയും പുറത്തേക്ക് ഇറങ്ങി പോവുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ ക്ലിയോപാട്ര പഴയ ക്ലിയോപാട്രയല്ല, അവളെ താൻ വല്ലാണ്ടങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന് പോത്തിനസ് റിയലൈസ് ചെയ്യുന്നു. ഇനി അടുത്ത മാർഗം സീസറിനെയും ഇവളെയും തമ്മിൽ തെറ്റിക്കുക എന്നതാണെന്ന് മനസ്സിലുറപ്പിക്കുന്നു. Later, Pothinus arrives on the palace rooftop, where Cleopatra is hosting a feast for Caesar and his man. He accuses Cleopatra of interrogating herself with Caesar as a political play to gain control of Egypt once Caesar leaves. Cleopatra rejects Pothinus' accusation, but Caesar takes no offense, reasoning that anybody in Cleopatra's position would do the same. Pothinus attempts to slander her in front of Caesar enrages Cleopatra, so she secretly orders Fetatita to murder Pothinus. പിന്നീടുള്ള സീനിൽ ക്ലിയോപാട്ര സീസറിനും അദ്ദേഹത്തിൻ്റെ ആൾക്കാർക്കും ഒരു വിരുന്നൊരുക്കുന്നതാണ് കാണിക്കുന്നത് പാലസിൻ്റെ റൂഫ് ടോപ്പിൽ. പോത്തിനസും അവിടേക്ക് കടന്നു വരുന്നുണ്ട്. അവിടെ വെച്ച് പോത്തിനസ് സീസറിനോട് ക്ലിയോപാട്രയെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ്. അതായത് സീസറിനെ അവൾ കൂടെ നിർത്തിയിരിക്കുന്നത് അവളുടെ രാഷ്ട്രീയ തന്ത്രമാണെന്നും സീസർ റോമിലേക്ക് പോയി കഴിഞ്ഞാൽ ഈജിപ്തിൻ്റെ ക്വീനായി ഒറ്റയ്ക്ക് ഭരിക്കാൻ സീസറിൻ്റെ ഹെൽപ്പ് അവൾക്ക് ആവശ്യമാണെന്നും അതിനുവേണ്ടി മാത്രമാണ് സീസറിനോട് സ്നേഹം കാണിക്കുന്നതുമൊക്കെ പറയുന്നു. എന്നാൽ പോത്തിനസിൻ്റെ ഈ വാദങ്ങളെയെല്ലാം ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന ക്ലിയോപാട്ര എതിർക്കുകയാണ്. സീസർ ആ വാദത്തെ എതിർക്കാനൊന്നും പോയില്ല. അദ്ദേഹം പറഞ്ഞത് ക്ലിയോപാട്രയുടെ പൊസിഷനിൽ ആരാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ ചെയ്യുകയുള്ളൂ എന്നാണ്. അദ്ദേഹം ഇതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കുന്നതുമില്ല. സീസറിൻ്റെ മുന്നിൽ തന്നെ ഇത്രയും മോശക്കാരിയായി സംസാരിച്ച പോത്തിനസിനോട് ക്ലിയോപാട്രയ്ക്ക് വൈരാഗ്യമാകുന്നു. അവൾ സീക്രറ്റ്ലി ഫെറ്റാറ്റീറ്റയോട് പോത്തിനസിനെ കൊന്നുകളയാനായിട്ട് ആജ്ഞാപിക്കുന്നു. The rooftop festivities continue. Cleopatra is delighted when Caesar suggests that he postpone his return to Rome to search for the source of the Nile and establish a new kingdom there. Their plans are interrupted by Pothinus' agonized scream.
Soon after, Fatigueteter returns to the roof. They could hear a riot forming outside the palace. Cleopatra eventually admits that she arranged for Pothinus' murder as a revenge. Caesar admonishes Cleopatra for destroying the peace. All hope seems lost until Caesar and his men convince the Egyptians. Rufio realizes that it was Fatigueteter who killed Pothinus and murdered her in retaliation. Cleopatra later discovers Fatigueteter's body. റൂഫ് ടോപ്പിലെ ഫെസ്റ്റീവ്സ് ഒക്കെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ റോമിലേക്കുള്ള തൻ്റെ യാത്ര പോസ്റ്റ്പോൺ ചെയ്ത വിവരം സീസർ ക്ലിയോപാട്രയോട് പറയുകയാണ്. അപ്പോൾ ക്ലിയോപാട്ര ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇവർ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വലിയൊരു അലർച്ച കേൾക്കുന്നുണ്ട്. അത് മറ്റൊന്നുമായിരുന്നില്ല, ഫറ്റേറ്റീറ്റ പോത്തനസിനെ കൊന്ന് കടലിലെറിഞ്ഞ ശബ്ദമായിരുന്നു. ഫറ്റേറ്റീറ്റ തിരികെ വന്ന് അധികം താമസിക്കാതെ തന്നെ ആളുകൾ പോത്തനസിനെ മരണവാർത്ത അറിയുകയും ആകെ ഒരു കലാപം ഉണ്ടാക്കാനുള്ള പുറപ്പാടിൽ തിക്കിത്തിരക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ പോത്തനസ് ഈജിപ്തിലെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു. എല്ലാവരും ഇവർക്ക് നേരെ തിരിയുമ്പോൾ ക്ലിയോപാട്ര അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് താനാണ് പോത്തനസിനെ കൊല്ലാനുള്ള പദ്ധതി അറേഞ്ച് ചെയ്തതെന്നും ഇത് തൻ്റെ റിവെഞ്ച് ആയിരുന്നു എന്നൊക്കെ. അപ്പോൾ ഇവിടുത്തെ സമാധാനം ഇല്ലാണ്ടാക്കിയത് ക്ലിയോപാട്രയാണെന്നൊക്കെ സീസർ അവളോട് പറയുന്നുണ്ട്. അങ്ങനെ ഈജിപ്ഷ്യൻസിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് സീസർ മുൻകൈ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ സീസറിൻ്റെ ആർമി എയ്ഡായ റൂഫിയോയ്ക്ക് ഫറ്റേറ്റീറ്റയാണ് പോത്തനസിനെ കൊന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട്. അതിന് പകരമായിട്ട് ഫറ്റേറ്റീറ്റയെ റൂഫിയോ കൊന്നുകളയുന്നുണ്ട്. പിന്നീട് ക്ലിയോപാട്ര ഫറ്റാറ്റിറ്റിയുടെ ബോഡി കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് ആക്ട് 4 അവസാനിക്കുന്നത്. Coming to the last act, Act 5, Epilogue. Caesar and the Roman army have now defeated the Egyptians. King Ptolemy's ship sank during the battle and he drowned, leaving Cleopatra to rule Egypt in Caesar's absence. Cleopatra approached Caesar in a mourning dress as she was distressed by the death of Fatigueteter. She was angry at Rufio, knowing that he murdered Fatigueteter, but Caesar convinces Cleopatra and promises her that he will send Mark Antony back as soon as he reaches Rome. ലാസ്റ്റ് ആക്റ്റായ ആക്ട് 5 എപ്പിലോഗ് എന്ന് വിളിക്കുന്നു. ഇവിടെ കാണിക്കുന്ന സീനിൽ സീസറും റോമൻ ആർമിയും ഈജിപ്ഷ്യൻസിനെ ഡിഫീറ്റ് ചെയ്ത് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് തിരികെ പോകാൻ തുടങ്ങുകയാണ്. ഇതിനിടയിൽ ബാറ്റിലിൽ കിങ് ടോളമിയുടെ കപ്പൽ തകർന്ന് മുങ്ങിപ്പോകുന്നു. അതോടെ കിങ് ടോളമി മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. സീസർ റോമിലേക്ക് തിരികെ പോകുമ്പോൾ ഇനി എതിരാളികൾ ആരുമില്ലാതെ ഈജിപ്റ്റ് ക്ലിയോപാട്രയ്ക്ക് സ്വന്തമായി ഭരിക്കാൻ സാധിക്കും. പോകുന്നതിന് മുമ്പേ തന്നെ തൻ്റെ ആർമി എയ്ഡായ റൂഫിയോയെ സീസർ അവിടുത്തെ ഈജിപ്ഷ്യൻ ഗവർണറായി നിയമിക്കുന്നുണ്ട്. ഫറ്റേറ്റീറ്റയുടെ മരണത്തിൽ ദുഃഖം അറിയിച്ചുകൊണ്ടുള്ള തരത്തിലുള്ള ഡ്രസ്സായിരുന്നു അപ്പോൾ ക്ലിയോപാട്ര ധരിച്ചിരുന്നത്. ഫറ്റാറ്റീറ്റയെ കൊന്നത് റൂഫിയോ ആണെന്നുള്ള ദേഷ്യം അവൾക്കുണ്ടായിരുന്നു. പക്ഷേ സീസർ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവളുടെ ഈ ദുഃഖം മാറാനായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് താൻ റോമിലെത്തിയാൽ ഉടനെ തന്നെ മാർക്ക് ആൻ്റണി ഇങ്ങോട്ട് പറഞ്ഞയക്കാം എന്നൊക്കെ വാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ സങ്കടമൊക്കെ മാറുന്നതായി കാണിക്കുന്നുണ്ട്. സീസറിനെ വലിയൊരു കൂട്ടം മിലിറ്ററി പേജൻ്റ് സന്തോഷത്തോടെ റോമിലേക്ക് പറഞ്ഞയക്കുന്നതോടുകൂടി പ്ലേ ഇവിടെ അവസാനിക്കുകയാണ്. ഈ പ്ലേയിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബെർണാഡ് ഷാ എങ്ങനെയാണ് സീസറിനെ പോർട്രേ ചെയ്തിരിക്കുന്നത് എന്നാണ്. അത് നമുക്കൊന്ന് നോക്കാം. ബെർണാഡ് ഷാസ് പോർട്രേൽ ഓഫ് സീസർ. Caesar is portrayed as the epitome of humanity, humble and patient in nature. He is brave, a man of passion, and has his complete control of emotion. He is a dominant male character with indomitable will and has an ability to influence others. ഓൾറെഡി നമ്മൾ പറഞ്ഞു മറ്റു നാടകങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് സീസറിനെ ബെർണാഡ് ഷാ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന്. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസിനെ പലപ്പോഴായി ഈ നാടകത്തിലുടനീളം പറയുന്നുണ്ട്. ലൈക്ക് മനുഷ്യത്വത്തിൻ്റെ പ്രതിരൂപമായിട്ട്, വളരെ ഹമ്പിളായ വിനയമുള്ളയാളായിട്ടും ക്ഷമാശീലമുള്ളവനായിട്ടുമൊക്കെ. ഇത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ധീരതയെ, അതുപോലെ തന്നെ പാഷനേറ്റ് നേച്ചറിനെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഹിസ് കംപ്ലീറ്റ് കൺട്രോൾ ഓഫ് ഇമോഷൻ എന്ന ഈ ക്വാളിറ്റി തന്നെയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിവുള്ള വളരെ മികച്ച ഇച്ഛാശക്തിയുള്ള ഒരു പുരുഷ കഥാപാത്രമായിട്ടാണ് ബെർണാഡ് ഷോയെ സീസർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു കംപ്ലീറ്റ് ഹീറോയ്ക്ക് നൽകുന്ന എല്ലാ പരിവേഷണങ്ങളും ഇതിൽ ഷോ സീസറിന് നൽകിയിട്ടുണ്ട്, അല്പം പ്രായമായ മനുഷ്യനായി ചിത്രീകരിക്കുന്നത് ഒഴിച്ചാൽ. ഇനി ബെർണാഡ് ഷാ ക്ലിയോപാട്ര എങ്ങനെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. ബെർണാഡ് ഷാസ് പോർട്രയൽ ഓഫ് ക്ലിയോപാട്ര shows Cleopatra is still a child, not a woman, in splendid beauty, grace and impertinence. Shaw shows us a Cleopatra who grows somewhat in wisdom, insight, and the capacity to rule, but only under Caesar's guidance.
ബെർണാഡ് ഷോയുടെ ക്ലിയോപാട്ര എന്ന ക്യാരക്ടർ മറ്റ് കഥകളിൽ പറയുന്ന പോലെ വശ്യ സൗന്ദര്യമുള്ള ആരെയും സ്വാധീനിക്കുന്ന സുന്ദരിയായ സ്ത്രീയായിട്ടല്ല ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അവൾ ഇതിലൊരു കുട്ടിയാണ്. ഈ നാടകത്തിൽ തീരെ മച്ചുവേർഡ് അല്ലാത്ത 16 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സീസറിൻ്റെ ഗൈഡൻസിൽ ജ്ഞാനമുള്ളവളായും ഉൾക്കാഴ്ചയുള്ളവളായും ഒരു നാടിനെ ഭരിക്കാൻ കേപ്പബിളായും മാറുന്ന ഒരു സ്ട്രോങ് ലേഡി ക്യാരക്ടറിനെ ഷോ നമുക്ക് കാട്ടിത്തരുന്നു. ഇനി നമ്മൾ ഒരു കാര്യം കൂടി നോക്കാനുണ്ട്. ഓരോ ആക്ടുകൾ കഴിയുമ്പോഴും ക്ലിയോപാട്രയിൽ ഉണ്ടായ മാറ്റങ്ങൾ അത് നമുക്ക് നോക്കാം. ക്ലിയോപാട്രാസ് ചേഞ്ചസ് ഓവർ ഡിഫറെൻറ്റ് ആക്ട്സ്. ആക്ട് 1 ഷി വാസ് ഇമ്പൾസീവ്. Act 2, she hides behind Fatatita. Act 3, she commands Fatatita. And Act 4, she could judge and decide. And finally, in Act 5, she is the queen. അപ്പോൾ ആക്ട് 1 അവൾ വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത് അല്ലേ. ആക്ട് 2 എപ്പോഴും ഫെറ്റാറ്റിറ്റിയുടെ പിന്നിൽ ഒളിക്കുന്ന ഒരു ക്ലിയോപാട്രയെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ആക്ട് 3 ആകുമ്പോഴേക്കും തൻ്റെ പരിചാരകരെയും ഫെറ്റാറ്റിറ്റേനെയും ഒക്കെ നിലയ്ക്ക് നിർത്താനും അവർക്ക് കമാൻഡുകൾ കൊടുക്കാനും ഒക്കെ കേപ്പബിളായ ക്ലിയോപാട്രയെ നമുക്ക് കാണാൻ സാധിക്കും. ആക്ട് 4 വരുമ്പോൾ അവൾ വീണ്ടും ശക്തിയായി മാറി ജഡ്ജ്മെൻറ്റുകൾ നടത്താനും തീരുമാനങ്ങൾ എടുക്കുവാനും കേപ്പബിൾ ആവുന്നു. ആക്ട് 5 ഒരു രാജ്ഞി എന്ന പദത്തിന് അനുയോജ്യമാം വിധം പൂർണ്ണതയെത്തിയ ഒരു ക്ലിയോപാട്രയെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പ്ലേയുടെ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ സജഷൻസും അഭിപ്രായങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുമല്ലോ. അടുത്ത ഡിസ്കഷൻ ഏത് സ്റ്റോറിയുടെ വേണമെന്ന് നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. അടുത്ത ഡിസ്കഷനിൽ വീണ്ടും കാണുന്നതുവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.